ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കാനും പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാനുമുള്ള സൈന്യത്തിന്റെ ഏത് തീരുമാനത്തെയും 100% പിന്തുണയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസും പ്രതിപക്ഷ സംഘടനകളും ഒക്കെ എടുത്തത്. ഒന്നുമില്ല, ഇനി വല്ലതും പറഞ്ഞ് വല്ല വിഷം ചേർത്ത് വരും. ഇന്ത്യയുടെ സൈന്യത്തെ നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ അവർക്ക് പൂർണ്ണ അധികാരം കൈമാറി അവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ തീവ്രവാദികളെ നമുക്ക് കൈമാറണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻഡ് നമ്മൾ എടുത്തിട്ടുണ്ടോ? നമുക്ക് ആർക്കും അറിയില്ല. ഇതിന്റെ റൂട്ട് എവിടെയാണ്? ഇതിൽ കൊടും ഭീകരരായി ഇത് ആസൂത്രണം ചെയ്ത് നിൽക്കുന്നവർ ആരാണ്? അവരിലേക്ക് കയറി തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ലേ? അതൊരു നേട്ടമല്ലേ ഡോക്ടർ ജിൻഡോ? തീർച്ചയായിട്ടും അനുജ പറഞ്ഞത് തീർച്ചയായിട്ടും അതൊരു നേട്ടമാണ്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം നായിന്റെ മോനെ. കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുള്ള ഇമ്മ്യൂണിറ്റി കഴിഞ്ഞു. ഈ യുദ്ധ സമാനമായ സാഹചര്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നുള്ളത് ആ ഇമ്മ്യൂണിറ്റി കഴിഞ്ഞു. ഇനി ഞങ്ങൾ ചോദിക്കും. അമേരിക്കൻ പ്രസിഡന്റും US സ്റ്റേറ്റ് സെക്രട്ടറിയും എങ്ങനെ ഇടപെട്ടു? അത് അങ്ങനെ ഇടപെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ പറയുന്നു. ഇന്നും നമ്മൾ ഈ കാര്യം ഓപ്പറേറ്റ് ചെയ്യുന്നു. അവരുടെ സൈനിക തലവന്മാർ തമ്മിൽ നമ്മളാണ് സംസാരിക്കുന്നത്. മറ്റു ഒരു രാഷ്ട്രത്തിനും ഇന്ത്യയുമായിട്ടുള്ള ഇത്തരം ചർച്ചയിൽ ഇടപെടാൻ താല്പര്യമില്ല, ഇന്ത്യ സമ്മതിക്കില്ല എന്ന് പലകുറി പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ് ഭരിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം 2005 ഡൽഹി സീരിയൽ ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. എത്ര പേരാ മരിച്ചത്? 70 പേര് മരിച്ചു. 2006 വാരാണസി ബോംബിംഗ് ഉണ്ടായിരുന്നു. അവിടെ എത്ര? 28 പേര് മരിച്ചു. 2006 മുംബൈ ട്രെയിൻ ബ്ലാസ്റ്റ് 250 പേര് മരിച്ചു. ഞാൻ കണക്ക് പറയുന്നില്ല. ഏതാണ്ട് 2013 ഒരു ഹൈദരാബാദ് ബ്ലാസ്റ്റിൽ 18 പേര് മരിച്ചതടക്കം ഏതാണ്ട് 750 പേരോളം മരിച്ചിട്ടും 750 പേരോളം മരിച്ചിട്ടും നമുക്ക് ഇത്തരത്തിൽ ഈ IC-84 അടക്കം 814 ആളുകളെ നമുക്ക് പ്രതിരോധിക്കുവാനോ അവരെ തകർക്കുവാനോ അവരുടെ ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്യാനോ നമുക്ക് സാധിച്ചില്ല. ഇന്നാണ് അവരെല്ലാം ഈ പഴയ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുവാൻ അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഇത് വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നു. ഇപ്പോൾ പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും ഇന്ത്യൻ ആർമി ചീഫിനേക്കാൾ കൂടുതൽ സത്യസന്ധതയും അതുപോലെ തന്നെ അവർ വിശ്വസിക്കുന്നതും US പ്രസിഡന്റായ ട്രംപിനെയും അല്ലെങ്കിൽ മാർക്കോനെയുമാണ്. ലോകം മുഴുവനും ഇന്ത്യയുടെ കോർഡിനേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ അതിനെ എതിർത്തു. റഫേലിനെതിരെ ഇവരെ യുദ്ധ സമാനമായ കാര്യങ്ങളെല്ലാം ചെയ്ത് സുപ്രീം കോടതി വരെ പോയില്ലേ? ഒരു മാറ്റവും ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ S-400 എടുത്തപ്പോഴത്തേക്ക് റഷ്യക്കെതിരെ അമേരിക്ക ഇതാ ശക്തമായി എതിർത്തിരിക്കുന്നു, അമേരിക്കയെ പിണക്കരുത് എന്ന് പറഞ്ഞില്ലേ? ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക.